അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ആളുകൾക്ക് ചില ആളുകൾക്ക് ഭയങ്കര വസ്വാസാണ്. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, ഞാൻ ഒളു എടുക്കാൻ മറന്നുപോയോ, നിസ്കാരത്തിൽ എനിക്ക് എൻ്റെ ഒളു നഷ്ടപ്പെട്ടു പോയോ, എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കരമായ സംശയം, ഒന്നുമില്ല സംശയങ്ങളാണ് ആളുകൾക്ക്. ഇതൊക്കെ പ്രധാനം തന്നെയാണ് കേട്ടോ. ഷുറൂത്തു സിഹത്ത് സ്വലാത്ത്, നമസ്കാരം ശരിയാവാനുള്ള നിബന്ധനകളുണ്ടല്ലോ, അത് നമ്മൾ പാലിക്കണം. ഒളു വേണം, വസ്ത്രശുദ്ധി വേണം, ദേഹം ശുദ്ധി വേണം, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം. എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ സുജൂദ് ശരിയായ റുക്കു ഒക്കെ വേണം. സുജൂദ്, റുക്കു, നമ്മൾ ചെല്ലാനുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ നേരെ തന്നെ എന്ത് ചെയ്യണം, നിർവഹിക്കണം. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ബാഹ്യമായ വശങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബേജാറായി ഇതൊക്കെ ശരിയാവുണ്ടോ എന്ന് ചിന്തിച്ച് ആകെക്കൂടെ നമ്മൾ ആശങ്കാകുലരാവുന്ന ആ ഒരു ബേജാറ് സത്യത്തിൽ നമുക്ക് വേണ്ടത് ഏതിലാണെന്നറിയോ? ഞാൻ ഈ നമസ്കാരത്തിൻ്റെ അതിൻ്റെ ബാത്തിനായ ആന്തരികമായ കാര്യങ്ങളിൽ കൂടെ ഈ ശ്രദ്ധ നമുക്ക് വേണം. ഇപ്പോൾ ഈ ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ യുക്കീമുസ്വല അല്ലെങ്കിൽ യുക്കീമൂന സ്വലാത്ത, നിസ്കാരത്തെ അവർ ഈ ഇക്കാമത്തു സ്വല എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ത് പറയണില്ല അറിയോ? യഫ് അലൂന സ്വലാത്ത, അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു എന്നല്ലല്ലോ പറയണത്. അതേപോലെ തന്നെ യഅ്തൂന സ്വല, അവർ നിസ്കരിക്കുന്നു, നിസ്കാരം കൊണ്ടുവരുന്നു എന്നൊന്നും പറയണില്ല. മറിച്ച് ഖുർആൻ പറയുന്നത് എന്താ അറിയുക, ഇതിൻ്റെ പ്രയോഗങ്ങൾ ഇഖാമത്തു സ്വല എന്നാണ്. അപ്പോൾ ആ ഇഖാമത്ത്, നമസ്കാരം നേരെ ചൊവ്വയെ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ഇഖാമത്ത് രണ്ട് വിധമുണ്ട്. ഒന്ന് എന്താണ്? ഇഖാമത്തുഹ ലാഹിറൻ, ബാഹ്യമായി അത് പൂർത്തിയാക്കണം. അതെങ്ങനെയാണ്? ബീത്തുമാമി അർക്കാനിക വവാജിബാത്തിക വഷുറൂത്തിക, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ, അതൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇഖാമത്തുഹ ബാത്തിൻ, ആന്തരികമായും നമ്മൾ ആ നമസ്കാരത്തെ എന്ത് ചെയ്യണം, ശരിയാക്കണം. നിസ്കാരത്തിൻ്റെ ഉള്ളും ശരിയാകണം, പുറത്തെ സുജൂദും റുക്കുവും ശുദ്ധിയൊക്കെ ശരിയാകുന്നത് പോലെ തന്നെ ശരിയാണ്. അതെന്താണ്? ബി ഇഖാമത്തി റൂഹിഹ എന്നാണ്. അതിൻ്റെ ആത്മാവിനെ ശരിയാക്കുക എന്നാണ്. ആത്മാവിനെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ ഹുളൂറുൽ ഖൽബി ഫിഹ എന്നാണ്. നമ്മുടെ ഹൃദയ സാന്നിധ്യം. ആ തക്ബീറത്തുൽ ഇഹ്റാമാണ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നിസ്കാരം അവസാനിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാകുക. അതേപോലെ തന്നെ തദബ്ബുറുമാ യഖൂലുഹു വയഫ്അലുഹു മിൻഹ, നമ്മൾ അതിൽ ചെയ്യണ കാര്യങ്ങളും ചൊല്ലണ കാര്യങ്ങളൊക്കെ ശരിക്കും ചിന്തിച്ച് നമ്മൾ പറയാം. ഇങ്ങനെ ആത്മാവുള്ള നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരത്തെക്കുറിച്ചാണ് ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞത്, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്നും മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്നും നമസ്കാരം തടയുമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മളത് ഗൗരവത്തോടെ കാണണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തഫ്സീർ നാസിർ സാദി റഹ്മുല്ല പറഞ്ഞൊരു വാചകമുണ്ട്, ഫലാ സവാബ ലിൽ ഇൻസാനി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ എന്നാണ്. അതായത് നമ്മൾ മനസ്സ് കൊടുത്ത് ചിന്തിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ നിസ്കരിച്ച നിസ്കാരത്തിനല്ലാതെ ഫലാ സവാബ ലിൽ ഇൻസാൻ എന്നാണ്, മനുഷ്യന് കൂലി കിട്ടൂല എന്നാണ്. അതായത് നമ്മുടെ ഹൃദയ സാന്നിധ്യമില്ലാത്ത നമസ്കാരങ്ങൾക്ക് കൂലി കിട്ടൂല എന്നാണ്. വയദ്ഖുലു ഫിസ്സലാ ഫറാഇലുഹ വനവാഫിലുഹ, അതിൻ്റെ സുന്നത്തുകളും ഫർദുകളും ഒക്കെ പാലിക്കണം എന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ത്? അതിന് ആത്മാവ് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുക, നമ്മളെ നിസ്കാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ടെങ്കിലും നമ്മളാ നിസ്കാരത്തിന് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസാന്നിധ്യം വേണം. ചെല്ലണതും പറയണതും എന്താണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ നമസ്കാരം കൂടുതൽ നന്നാക്കുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ആശയം പ്രചോദനമാകണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നമസ്കാരം സ്വീകരിച്ചതിന് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ.